ഭൂകമ്പത്തിന്റെയും സുനാമിയുടെയും ലക്ഷണമാക്കി ജാപ്പനീസ് മിത്തോളജി വിശേഷിപ്പിക്കുന്ന വിധിയുടെ ദൂതൻ അല്ലെങ്കിൽ ഭൂകമ്പ മത്സ്യം എന്നറിയപ്പെടുന്ന ഭീമൻ കടൽ മത്സ്യത്തെ തായ്ലൻഡിൽ കണ്ടെത്തി. ഈ അടുത്ത് തമിഴ്നാട് തീരത്തും മത്സ്യബന്ധന തൊഴിലാളികളുടെ വലയിൽ ഓർഫിഷ് കുടുങ്ങിയ സംഭവം ആശങ്കയിലേക്കും ദുരന്ത മുന്നറിയിപ്പ് ചർച്ചകളിലേക്കുമാണ് വഴിതെളിക്കുന്നത്. പറഞ്ഞു വരുന്നത് കടൽ തീരത്തെത്തുന്ന കടലിനുള്ളിലെ ജീവികളെക്കുറിച്ചാണ്. മനുഷ്യന് ഇതുവരെയും എത്തിപ്പെടാനാകാത്ത വിസ്മയങ്ങളുടെ ലോകമാണ് ആഴക്കടൽ. 30 അടി വരെ നീളമുള്ള വെളുത്ത നിറത്തിൽ റിബൺ പോലെ ശരീരമുള്ള ജീവിയാണ് കരയിലേക്ക് ജീവനോടെയും അല്ലാതെയും എത്തിയ ഡൂംസ് ഡേ ഫിഷ് എന്നറിയപ്പെടുന്ന ഓർഫിഷ്. സാധാരണഗതിയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 656 മുതൽ 3200 അടി വരെ താഴ്ചകളിലാണ് ഈ മത്സ്യങ്ങൾ ജീവിക്കുന്നത്. വലിയ ഇനങ്ങളെ ഗെയിം ഫിഷായി കണക്കാക്കുകയും ചെറിയ തോതിൽ വാണിജ്യപരമായി മത്സ്യബന്ധനം നടത്തുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഓർഫിഷുകളെ അപൂർവമായി മാത്രമേ ജീവനോടെ പിടിക്കാറുള്ളൂ. അതിന്റെ ജലാറ്റിനസ് സ്ഥിരത കാരണം അവയുടെ മാംസം ഭക്ഷണത്തിന് അനുയോജ്യമല്ല. അപൂർവതയും വലിപ്പക്കൂടുതലും അസുഖം വരുമ്പോഴോ മരിക്കുമ്പോഴോ ഉപരിതലത്തിൽ തങ്ങി നിൽക്കുന്ന സ്വഭാവവും ഓർഫിഷിനെ ചരിത്രപരമായ കടൽ സർപ്പകഥകളുടെ ഒരു ഉറവിടമാക്കി മാറ്റുന്നു. കൊടുങ്കാറ്റുകൾക്ക് മുൻപുള്ള അവയുടെ തീരദേശ യാത്രകൾ അവയ്ക്ക് നാശത്തിന്റെ സൂചനകൾ നൽകുന്നതായി ഒരു പ്രശസ്തി നേടിക്കൊടുത്തു. 2011 വിനാശകരമായ ടൊഹോക്കു ഭൂകമ്പത്തിനും സുനാമിക്കും മുൻപുള്ള നിരവധി തീരദേശ യാത്രകൾ ഇത് ശക്തിപ്പെടുത്തി. ഓർ മത്സ്യങ്ങളിൽ തന്നെ 3 വിഭാഗങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും വലുതാണ് ജപ്പാൻകാരുടെ മരണദൂതന്മാരായ ഓർ മത്സ്യം. ആഗോള താപനം മൂലമുണ്ടായ കാലാവസ്ഥാ മാറ്റങ്ങളാകാം ആഴക്കടലിനുള്ളിലെ ഇവ തീരത്തടിയാൻ കാരണമെന്നാണ് ഗവേഷകരുടെ നിഗമനം. ഭൂമിയിലെ ഓരോ ചെറിയ മാറ്റങ്ങൾ പോലും കടലിനകത്ത് ജീവിക്കുന്ന ഇവയ്ക്ക് തിരിച്ചറിയാനാകും എന്നാണ് ഇന്ന് പലരും വിശ്വസിക്കുന്നത്. ഏകദേശം 11 മീറ്ററോളം നീളം വരുന്ന ഓർഫിഷിനെയാണ് ലോകത്ത് ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും നീളം കൂടിയതായി കണക്കാക്കപ്പെടുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കൗതുകകരമായ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തുവാനും അറിയുവാനും